നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂർ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത് 9 സ്ഥാനാർത്ഥികളാണ്. 243 ബൂത്തുകളാണ് തിരൂർ മണ്ഡലത്തിൽ ആകെയുണ്ടായിരുന്നത്. ഇതിൽ 3 മാതൃകാ ബൂത്തുകളായിരുന്നു. LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ CPM പാർട്ടി ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ ജനവിധി തേടിയപ്പോൾ സിറ്റിംഗ് MLA ആയ മുസ്ലിം ലീഗിന്റെ കുറുക്കോളി മൊയ്തീൻ ഏണി ചിഹ്നത്തിലാണ് തുടർ വിജയം ലക്ഷ്യമിടുന്നത്. വോട്ടിംഗ് മെഷീനിൽ വി അബ്ദുറഹ്മാൻ ആദ്യവും കുറുക്കോളി മൊയ്തീൻ 4ാമതുമാണ്. ആം ആദ്മി പാർട്ടിയുടെ കബീർ എന്ന ഷമീർ കുറ്റൂർ ചൂല ചിഹ്നത്തിൽ 2ാമതായും BJPയുടെ കെ നാരായണൻ മാസ്റ്റർ താമര ചിഹ്നത്തിൽ 3ാമതുമാണ് വോട്ടിംഗ് മെഷീനിലുണ്ടായിരുന്നത്. SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ S അലീന ബാറ്ററി ടോർച്ച് ചിഹ്നത്തിലും സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ സ്ഥാനാർത്ഥിയായി സിയാദ് കൂടിയത്ത് കപ്പൽ ചിഹ്നത്തിലും വോട്ടിംഗ് മെഷീനിൽ 5-6 ക്രമത്തിലുമായും വി അബ്ദുറഹ്മാന്റെ അപരന്മാരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അബ്ദുറഹ്മാൻ കുഞ്ഞിൻ ഡിഷ് ആന്റിന ചിഹ്നത്തിലും 7ാമതായും അബ്ദുറഹ്മാൻ കുഞ്ഞാവ ബൈസിക്കിൾ പമ്പ് ചിഹ്നത്തിലും കുറുക്കോളിയുടെ അപരനായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മൊയ്തീൻ കൂമപ്പള്ളിപ്പറമ്പിൽ TV റിമോട്ട് ചിഹ്നത്തിലും മത്സരരംഗത്തുണ്ടായിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് തിരൂർ മണ്ഡലത്തിലാണ്. 2,25,441 വോട്ടർമാരാണ് തിരൂർ മണ്ഡലത്തിൽ ആകെയുണ്ടായിരുന്നത്. ഇതിൽ 1,28,200 പുരുഷ വോട്ടർമാരും 1,27,229 സ്ത്രീ വോട്ടർമാരും 12 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉണ്ടായിരുന്നത്. 85 വയസ്സിന് മുകളിലുള്ള 494 പേരും ഭിന്നശേഷിക്കാരായ 711 പേരും മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തിരൂരിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. 9,405 വോട്ടർമാരുള്ള ഇതിൽ 8,631 പുരുഷ വോട്ടർമാരും 774 സ്ത്രീ പ്രവാസി വോട്ടർമാരുമാണുള്ളത്. 6,975 കന്നി വോട്ടർമാരാണ് തിരൂരിലുള്ളത്. ഇതിൽ 3,483 പുരുഷന്മാരും 3,492 സ്ത്രീകളുമാണുള്ളത്. ഏറ്റവും കൂടുതൽ ഭിന്നശേഷി വോട്ടർമാരുള്ളതും തിരൂർ മണ്ഡലത്തിലാണ്. 2,416 പേരാണിത്. ഇതിൽ 1,378 പുരുഷന്മാരും 10,037 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു. ഈ ചാനൽ തിരൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.